ബില്ലിന് ശേഷം ഒടുവിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന ഒരു വമ്പൻ ബില്ലാണ് കുടിയേറ്റക്കാർക്കെതിരെയുള്ള ബില്ല്. ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ 2025 ലോക്സഭയിൽ അവതരിപ്പിച്ചു എന്നുള്ള സുപ്രധാനമായിട്ടുള്ള വമ്പൻ റിപ്പോർട്ടാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും വലിയൊരു ബില്ല് തന്നെ പുറത്തേക്ക് വന്നിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ 2025 ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഇന്ത്യയിൽ പ്രവേശിക്കുന്നവർക്കും പുറത്തു കിടക്കുന്നവർക്കും പാസ്പോർട്ടുകൾ അല്ലെങ്കിൽ മറ്റ് യാത്രാരേഖകൾ നിർബന്ധമാക്കുന്നതിനും വിസ, രജിസ്ട്രേഷൻ എന്നിവയുടെ ആവശ്യകത ഉൾപ്പെടെയുള്ള വിദേശികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനും കേന്ദ്രത്തിന് അധികാരം നൽകുക എന്നുള്ളതാണ് ഈ ബില്ല് ലക്ഷ്യമിടുന്നതെന്നാണ് നമുക്കറിയാനായി സാധിക്കുന്നത്. 5 വർഷം തടവും 5 ലക്ഷം രൂപ പിഴയുമാണ് കുടിയേറ്റ ബില്ലിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഹൈലൈറ്റ് പോയിന്റ് അല്ലെങ്കിൽ കീ പോയിന്റ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിച്ച ഈ ബില്ല്, വിദേശ ബിൽ 2025, ഇന്ത്യയുടെ കുടിയേറ്റ നിയമങ്ങൾ ആധുനികവൽക്കരിക്കാനും ഏകീകരിക്കാനും ലക്ഷ്യമിടുന്ന ഒരു ബില്ലാണ്. ദേശീയ സുരക്ഷ വർദ്ധിപ്പിക്കുക, കുടിയേറ്റ നടപടിക്രമങ്ങൾ ലഘൂകരിക്കുക, പ്രവേശ താമസ വ്യവസ്ഥകൾ ലംഘിക്കുന്ന വിദേശികൾക്ക് കർശനമായിട്ടുള്ള ശിക്ഷകൾ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ബില്ലിലെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. 2025 ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ പ്രകാരം ഇന്ത്യയിൽ പ്രവേശിക്കുമ്പോൾ വ്യാജരേഖകൾ ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ രാജ്യത്ത് കൂടുതൽ കാലം താമസിക്കുന്നതോ ആയ വിദേശികൾക്ക് പിഴ ചുമത്തുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതായത് അനധികൃതമായി താമസിക്കുന്നവർക്ക് കുറ്റവാളികൾക്ക് 7 വർഷം വരെയാണ് തടവ് ഈ ബില്ല് പ്രകാരം നിഷ്കർഷിച്ചിരിക്കുന്നത്. എന്തായാലും ബില്ല് ഇമിഗ്രേഷൻ ഓഫീസർമാരെ അധികാരപ്പെടുത്തുന്നുവെന്നും അവരുടെ തീരുമാനം അന്തിമമായിരിക്കുമെന്നും കൂട്ടിച്ചേർക്കുന്ന ഒരു ബില്ലാണ്. ഇതാണ് മറ്റുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അമിത്ഷാ ഈ ബില്ല് അവതരിപ്പിച്ചിരിക്കുകയാണ്. ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് തോന്നിയാൽ വിദേശികളുടെ നീക്കങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ് ഈ ബില്ല്. ഇമിഗ്രേഷൻ ഓഫീസർമാർക്ക് അവരെ നിയന്ത്രിക്കാൻ അധികാരമുണ്ടായിരിക്കും. മറ്റാരുടെയും ചൊൽപ്പടിക്ക് അവർക്ക് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. അവരെ അന്വേഷിക്കാനും കസ്റ്റഡിയിൽ എടുക്കാനും പോലും ഇവർക്ക് അധികാരം നൽകുന്നതാണ് ബില്ല് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ 7 വർഷത്തെ തടവിന് പുറമെ 5 ലക്ഷം രൂപ പിഴയും ഇതിനകത്ത് ഈടാക്കുമെന്നുള്ളത് മറ്റൊരു സുപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും ഇന്ത്യയുടെ കുടിയേറ്റ നിയമങ്ങൾ ആധുനികവൽക്കരിക്കാനുള്ള ഈ ബില്ല് വലിയ കയ്യടികളാണ് ഇപ്പോൾ രാജ്യത്തെമ്പാടും നേടിക്കൊണ്ടിരിക്കുന്നത്. 1946 വിദേശി നിയമം, 1920 പാസ്പോർട്ട് നിയമം, 1939 വിദേശികളുടെ രജിസ്ട്രേഷൻ നിയമം എന്നിവ റദ്ദാക്കുകയും മാറ്റിസ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു ബില്ലാണ് ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ 2025. 2000 ഇമിഗ്രേഷൻ നിയമവും ഇതുവഴി റദ്ദാക്കപ്പെടുമെന്നുള്ളതാണ് ഈ ബില്ലിന്റെ മറ്റൊരു പ്രത്യേകത. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു കയ്യടി തന്നെയാണ് ഈ ബില്ലിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വഖഫ് ബില്ലിന് ശേഷം, അതായത് വഖഫ് ബില്ല് ഉമീദ് ബില്ലായി പരിണമിച്ച ശേഷം ഇപ്പോൾ ഈ ബില്ല് പുറത്തേക്ക് വരുമ്പോൾ വലിയ പ്രതീക്ഷയാണ് രാജ്യത്തിനുള്ളത്. നമ്മുടെ രാജ്യത്ത് ഒരുപാട് ബംഗ്ലാദേശികളും റോഹിംഗ്യകളും എല്ലാം തന്നെ അനധികൃതമായി കയറി താമസിക്കുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരെ നാട് കടത്തുക എന്നുള്ളത് ഇന്ത്യ കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി വരെ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ ബില്ല് വരുമ്പോൾ വലിയ രീതിയിൽ, അതായത് വലിയ പ്രതീക്ഷയിലാണ് ഈ രാജ്യം ഈ ബില്ലിനെ നോക്കിക്കാണുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.